സാധാരണ ഒരു ഹെട്രോസെക്ഷൽ കപ്പിൾ ആണെങ്കിൽ അവർക്ക് ലൈക്ക് അഡോപ്റ്റ് ചെയ്യാൻ ഇറ്റ്സ് ഫൈൻ. പക്ഷെ നമുക്ക് സെയിം സെക്സ് മാരേജിലോട്ടോ അല്ലെങ്കിൽ സെയിം സെക്സ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പം യൂഷ്വലി അവർക്ക് കുറച്ചും കൂടി അഡോപ്ഷൻ പ്രിഫർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് അത് അവർക്ക് റെസ്ട്രിക്റ്റഡ് ആകുമ്പം അതും വന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു ചേഞ്ച് ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമ്മുടെ ഒരു ആസ് എ കപ്പിളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ റൈറ്റ് ടു സെറഗസി, ഈ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇപ്പം നോർമലി നമ്മുടെ ഒരു ഹെട്രോസെക്ഷൽ കപ്പിളിനെ അനുവദിച്ചിട്ടുള്ളൂ. സോ ആ കാര്യങ്ങളും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. സോ മേജർ തിങ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സെയിം സെക്സ് മാരേജ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലീഗലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു 3/4 അവരുടെ ഡിസ്ക്രിമിനേഷൻ, ഇക്വാലിറ്റി എന്നുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ഒരു 3/4% ചേഞ്ച് കൊണ്ടുവരാൻ എന്തായാലും പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ ഇപ്പൊ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, ഈ IVF അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് ആക്സസിബിൾ അല്ല റൈറ്റ് നൗ. സോ അതൊക്കെ ഉണ്ടെങ്കിൽ ബേസിക്കലി അവർക്ക് നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ കുറച്ചും കൂടി അവർക്ക് ഒരു ഫ്രീഡം അനുഭവപ്പെടാനുള്ള ഒരു ചാൻസും ഉണ്ട്.